ബസ്സിലല്ലാതെ വണ്ടിയൊക്കെ വിളിച്ചാണ് നമ്മൾ തൊടുപുഴയ്ക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ തിരിച്ച് വരുന്ന വഴിക്ക് മങ്ങാട്ടുകരയിൽ നിന്ന് നമ്മൾ മീൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും അതുപോലെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. മീൻ ഒരുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഒരാൾ ഇവിടെ ഹാജർ വെച്ചിട്ടുണ്ട്. പിന്നെ ഉടുമ്പന്നൂർ വന്നപ്പോഴേക്കും കപ്പയും വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ കപ്പയും പുഴുങ്ങി മീൻകറിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ മീൻ ഒരുക്കി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചായ വെച്ചു. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിരുന്ന് ചായ കുടിച്ചു കേട്ടോ. മുമ്പസ്തിരുന്നാണ് നമ്മളിപ്പോൾ എപ്പോഴും ചായ കുടിക്കാറ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഉമ്മിച്ചതേ കപ്പ പൊളിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെ അതേ ചെറിയുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും പിന്നെ തക്കാളിയും പിന്നെ പച്ചമുളക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കിയിട്ട് അത് അരച്ചെടുക്കുവാണ് കേട്ടോ ചെയ്തത്. അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒന്ന് ഇള വന്നപ്പോഴേക്കും മീനും പിന്നെ പുളിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് മൂടി വെച്ച് തിളപ്പിച്ച് നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ മീൻ കറി. അതിനുശേഷം കപ്പയുടെ പരിപാടിയിലേക്ക് കടന്നു. അത് ഉമ്മിച്ചാണ് കേട്ടോ പുഴുങ്ങിയത്. അതൊന്ന് വേവിക്കാൻ വെച്ചു. പിന്നെ അതിൻ്റെ അരപ്പ് കാര്യങ്ങളൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കപ്പയും അതുപോലെ തന്നെ മീൻ കറി മീൻ പൊരിച്ചതും എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴിച്ചു. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയും